നമ്മൾ 3 കിറ്റൻസ് എന്ന പാഠത്തിലെ ഒന്നാമത്തെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് 1 ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കുകയാണ്. ദ കിറ്റൻസ് ആർ ഷോയിങ് യു എ പിക്ചർ. കിറ്റന് ഈ താഴെയുള്ള പിക്ചർ നിങ്ങളെ കാണിക്കുകയാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ. നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കൂ. വാട്ട് ക്യാൻ യു സീ ഇൻ ദി പിക്ചർ? എന്താണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്? വാട്ട് ഡു ദ കിറ്റൻ സേ? എന്താണ് കിറ്റൻ പറയുന്നത്? ഡു ആസ് ദ കിറ്റൻ സേ. കിറ്റൻസ് പറയുന്ന മാതിരി നിങ്ങൾ ചെയ്യുക. ഈ ചിത്രം നോക്കിയിട്ട് കിറ്റൻസ് പറയുന്നത് സെലക്ട് ദ കളേഴ്സ് ഫ്രം ദി ബോക്സസ് ഗിവൺ ബിലോ. താഴെ ഈ ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ബോക്സിൽ നിന്ന് നിങ്ങൾ കളറ് സെലക്ട് ചെയ്യുക. കളർ ദി പിക്ചർ. രണ്ടാമത്തെ കിറ്റൻ പറയുന്നത് കളർ ദി പിക്ചർ. എന്നിട്ട് ഈ പിക്ചറിന് കളറ് നൽകുക. മൂന്നാമത്തെ കിറ്റൻ പറയുന്നത് റൈറ്റ് അബൌട്ട് ദി പിക്ചർ യു ഹാവ് കളേർഡ്. നിങ്ങൾ കൊടുത്ത കളറിനെ കുറിച്ച് ആ പിക്ചറിൽ എഴുതുകയും ചെയ്യുക. മൈ പിക്ചർ എന്ന് പറയുന്ന അടിയിൽ കൊടുത്ത ഈ ബോക്സിൽ എഴുതുകയും ചെയ്യുകയാണ്. ഇതിൽ പറയുന്നത് ബേർഡിന് ബ്ലൂ കളർ കൊടുക്കാനാണ്. ഇവിടെ ബേർഡ് ഉണ്ട് ഈ ട്രീമേൽ. ഇവിടെ ബ്ലൂ കളർ കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ലീഫിന് ഗ്രീൻ കളർ കൊടുക്കാനാണ്. ലീഫ് 2 ലീഫുണ്ട്. ഫ്രോഗ് ഇരിക്കുന്ന ലീഫുണ്ട്, ട്രീയുടെ ലീഫുണ്ട്. ഏതിനാലും ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുക. വാട്ടർ ബ്ലൂ, വെള്ളത്തിന് നീല കളർ കൊടുക്കാനാണ് പറയുന്നത്. ഫിഷിന് റെഡ് കളർ കൊടുക്കാനാണ് പറയുന്നത്. ഫ്രോഗിന് യെല്ലോ കളർ കൊടുക്കാനാണ് പറയുന്നത്. അത് കൊടുത്തതിന് ശേഷം ഈ മൈ പിക്ചറിൽ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം എഴുതണം. അത് ഇങ്ങനെയാണ്. ദിസ് ഈസ് എ പോണ്ട്. ഇത് ഒരു പോണ്ടാകുന്നു. ദ വാട്ടർ, ഈ പോണ്ടിലെ വെള്ളം ഈസ് ബ്ലൂ. നമ്മൾ വാട്ടറിന് ബ്ലൂ കളർ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വാട്ടർ ഈസ് ബ്ലൂ എന്ന് എഴുതണം. നമുക്കിവിടെ ബ്ലൂ എന്ന് എഴുതാം. വാട്ടർ ഈസ് ബ്ലൂ. രണ്ടാമത്, ഈ വാട്ടറിലുള്ളത് ഒന്ന് ഫിഷാണ്. ഫിഷിൻ്റെ കളറ് റെഡാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പം എ റെഡ് ഫിഷ് ഈസ് ഇൻ ദി വാട്ടർ. എ റെഡ്, ഇവിടെ റെഡ് എന്ന് എഴുതാം. റെഡ് ഫിഷ്, എ റെഡ് ഫിഷ് ഈസ് ഇൻ ദി വാട്ടർ. മൂന്നാമത് പറയുന്നത് എ യെല്ലോ ഫ്രോഗ് ഈസ് ഓൺ എ ലീഫ് എന്നാണ്. ലീഫിലുള്ളത് ഫ്രോഗാണ്. അപ്പം ഫ്രോഗിൻ്റെ കളർ നമ്മൾ കൊടുക്കാൻ വന്നത് യെല്ലോ ആണ്. ഫ്രോഗിന് യെല്ലോ, ഇതാ യെല്ലോ കളറ്. അപ്പോൾ എ ഫ്രോഗ്, എ യെല്ലോ ഫ്രോഗ്, എ യെല്ലോ ഫ്രോഗ്, യെല്ലോ ഫ്രോഗ്, എ യെല്ലോ ഫ്രോഗ് ഈസ് ഓൺ എ ലീഫ്. അടുത്തത് ഡാഷ് ഈസ് ഓൺ ദി ട്രീ എന്നാണ്. ട്രീ ബേർഡാണ്. ബേർഡിൻ്റെ കളർ ബ്ലൂ ആണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ എ ബ്ലൂ ബേർഡ്, എ ബ്ലൂ ബേർഡ്, എ ബ്ലൂ ബേർഡ് ഈസ് ഓൺ ദി ട്രീ. ഇപ്പോൾ ഇത് വായിക്കുകയാണ്. മൈ പിക്ചർ, ദിസ് ഈസ് എ പോണ്ട്, ദ വാട്ടർ ഈസ് ബ്ലൂ, എ റെഡ് ഫിഷ് ഈസ് ഇൻ ദി വാട്ടർ, എ യെല്ലോ ഫ്രോഗ് ഈസ് ഓൺ എ ലീഫ്, എ ബ്ലൂ ബേർഡ് ഈസ് ഓൺ ദി ട്രീ. ഈ പിക്ചറിനെ കുറിച്ച് ചെറിയ ഒരു വിശദീകരണം ആയി. ഇങ്ങനെ നമുക്ക് ഈ വർക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി 2 ആണ്. ഇതിൽ പറയുന്നത് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ കാണുന്ന പിക്ചറുകൾ നോക്കൂ. വാട്ട് ഡു യു സീ? നിങ്ങൾ എന്താണ് കാണുന്നത്? മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് സെൻറ്റൻസസ് ഗിവൺ ഇൻ ദി ബോക്സ്. ഈ പിക്ചറും ഈ ബോക്സിൽ കൊടുത്ത സെൻറ്റൻസുകളും തമ്മിൽ യോജിപ്പിക്കാനാണ് പറയുന്നത്. അതിൽ 5 സെൻറ്റൻസാണ് ഇവിടെ എഴുതിയത്. എ ഫ്രോഗ് സിറ്റ്സ് ഓൺ എ ലീഫ്. രണ്ടാമത്തത് എ ഡക്ക് സ്വിംസ് ഇൻ എ പോണ്ട്. 3 എ കാറ്റ് ജംപ്സ് ഇൻ ടു എ പോണ്ട്. 4 2 കിറ്റൻസ് പ്ലേ ഓൺ ദി ഗ്രൗണ്ട്. 5 3 ബേർഡ്സ് ഫ്ലൈ ഇൻ ദി സ്കൈ. ഈ പറയുന്ന സെൻറ്റൻസുകളുടെ പിക്ചറുകളാണ് ഈ ഇടത് ഭാഗത്തുള്ളത്. അപ്പോൾ നമുക്കത് മാച്ച് ചെയ്യണം.
അതിൽ ഒന്നാമത് എ ഫ്രോഗ് സിറ്റ്സ് ഓൺ എ ലീഫ് എന്നാണ്. ഒരു ഫ്രോഗ് ലീഫിൽ ഇരിക്കുന്നു. ആ ചിത്രം ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരച്ച് നോക്കാം, യോജിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ചിത്രം. അത് സെൻറ്റൻസുമായി യോജിപ്പിച്ചു. രണ്ടാമത്തത് എ ഡക്ക് സ്വിംസ് ഇൻ എ പോണ്ട് എന്നാണ്. എ ഡക്ക്, ഒരു ഡക്ക്, സ്വിംസ്, അത് നീന്തുന്നു, ഇൻ എ പോണ്ട്, ഒരു കുളത്തിൽ നീന്തുന്നു. ആ ചിത്രം ഇതാണ്. ഫ്രോഗിന് താഴെയുള്ള ഈ ചിത്രമാണ്. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് വരച്ച് ചേർക്കാവുന്നതാണ്. മൂന്നാമത് എ കാറ്റ് ജംപ്സ് ഇൻ ടു എ പോണ്ട് എന്നാണ്. ഒരു പൂച്ച വെള്ളത്തിൽ പോണ്ടിൽ ചാടുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ആ ചിത്രം. ഡക്കിൻ്റെ താഴെയുള്ള ചിത്രമാണ്. അപ്പോൾ താഴേക്ക് വരച്ച് ചേർക്കുക. എ പോണ്ട്, എ കാറ്റ് ജംപ്സ് ഇൻ ടു എ പോണ്ട്. നാലാമത് ടു കിറ്റൻസ് പ്ലേ ഓൺ ദി ഗ്രൗണ്ട് എന്നാണ്. രണ്ട് പൂച്ചക്കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നാണ്. മുകളിലുള്ള ഈ ചിത്രമാണ് അത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരച്ച് ചേർക്കാം. അത് ടു കിറ്റൻസ് പ്ലേ ഓൺ ദി ഗ്രൗണ്ട്. അവസാനത്തത് 3 ബേർഡ്സ് ഫ്ലൈ ഇൻ ദി സ്കൈ എന്നാണ്. 3 പക്ഷികൾ ആകാശത്തിൽ പറക്കുന്നു എന്നാണ്. അവസാനം ബാക്കിയുള്ളത് ഈ ചിത്രമാണ്. 3 ബേർഡ്സ് ഇവിടെ പറക്കുന്നുണ്ട്. നമുക്ക് അത് ഈ സെൻറ്റൻസിലേക്ക് വരച്ച് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാവുന്നതാണ്.